പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാം വാക്യം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തല പൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. തല പൊക്കി നോക്കിയാൽ ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും. പലപ്പോഴും കാലങ്ങൾ കഴിഞ്ഞിട്ട്, ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞ നന്മയെ കർത്താവ് പറയുന്നു ഇപ്പോൾ തന്നെ. തല പൊക്കി നോക്കിയാൽ മതി, അത് ഇപ്പോൾ തന്നെയുണ്ട്. ഇന്ന് രാവിലെ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു? വിശ്വാസത്തോടെ തല പൊക്കി നോക്കിയാട്ട്. പാട്ടുകാരൻ പറയുന്നത് പോലെ കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ എന്ന പോലെ വിശ്വസിച്ചാട്ട് തലപൊക്കി നോക്കിയാൽ ദൈവം ഒരുക്കുന്ന നന്മയെ കാണാൻ സാധിക്കും. തലപൊക്കി വിശ്വാസ കണ്ണുകൊണ്ട് നോക്കുക എന്നതത്രേ ഒരു ദൈവ പൈതലിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും ജീവിതത്തിൽ തല താഴ്ത്തുന്ന ജീവിത സാഹചര്യങ്ങളെ പിശാച് കൊണ്ടുവരാറുണ്ട്. തല താഴ്ത്തിക്കളയും. ഒരു ദൈവ പൈതലിൻ്റെ തല ഉയർത്തി നിൽക്കേണ്ട സ്ഥാനത്ത് പലപ്പോഴും തല താഴ്ത്തി, അല്ലെങ്കിൽ തല പൊങ്ങാത്ത വണ്ണം, അവൻ ദർശനങ്ങളെ കാണാത്ത വണ്ണം, ഭാവിയെക്കുറിച്ച് ചിന്തിക്കാത്ത വണ്ണം ഹല്ലേലൂയ ശത്രു തന്ത്രങ്ങളെ കൊണ്ടുവരും. വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ പല കാരണം കൊണ്ട് തല താഴ്ന്നു പോകും. ഒന്ന്, ലജ്ജ മൂടുമ്പോൾ തല താഴും. ഇയ്യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, ലജ്ജ കൊണ്ട് എനിക്ക് തല പൊക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. മറ്റുള്ളവരെന്നെ കാണുമ്പോൾ ഒരുപക്ഷെ കളിയാക്കി നിന്ദിച്ച് തല താഴ്ത്തുവാൻ ഇടയാക്കി തരും. ഈ കാലഘട്ടങ്ങളിൽ നോക്ക്, പലരും കളിയാക്കുന്നത് കൊണ്ട്, നിന്ദിക്കുന്നത് കൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പാകെ തല ഉയർത്തി നിൽക്കാൻ കഴിയാത്ത അനേക വ്യക്തികളുണ്ട്, അനേക കുടുംബങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിന്നെ ലജ്ജിപ്പിക്കുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ നിൻ്റെ മുഖം യേശുവിലേക്ക് നോക്കിയാട്ട്. തിരുവചനം പറയുന്നു, അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഒറ്റ മാർഗം അതുമാത്രമേ ഉള്ളൂ, യേശുവിലേക്ക് നോക്കുക. നീ മനുഷ്യരുടെ മുമ്പിൽ നോക്കിയാൽ, മനുഷ്യരുടെ ചെവിക്ക് വായിക്ക് ഹല്ലേലൂയ വർത്തമാനത്തിന് നീ ചെവി കൊടുത്താൽ ഒരുപക്ഷെ തല താഴ്ത്തേണ്ട ജീവിത സാഹചര്യങ്ങൾ വന്നെന്നിരിക്കാം. പക്ഷേ യേശുവിൽ നിന്ന് ദിനവും നീ ആലോചന കേൾക്കുമ്പോൾ മനുഷ്യനല്ല നിൻ്റെ ആലോചനക്കാരൻ, മനുഷ്യനല്ല നിൻ്റെ ബലം. നിൻ്റെ ബലം കർത്താവായി തീരട്ടെ, കർത്താവായി തീരട്ടെ നിൻ്റെ ശക്തി. അങ്ങനെയെങ്കിൽ തല ഉയർത്തി നിൽക്കുവാൻ, ലജ്ജയെ മാറ്റി അഭിമാനത്തോടെ സന്തോഷത്തോടെ ഹല്ലേലൂയ തല ഉയർത്തി നിൽക്കുവാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. രണ്ടാമതായി ഹല്ലേലൂയ ശത്രു പല തന്ത്രവും കൊണ്ടുവരും ചിതറിക്കാൻ. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ പല സാഹചര്യങ്ങളിലും പല പോരാട്ടങ്ങളിലും തല താഴ്ത്തുന്ന അനുഭവമുണ്ട്. സെക്കരിയാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നു, ഇസ്രായേൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ജനം തല ഉയർത്താത്ത വണ്ണം അവരെ ചിതറിക്കുന്ന ചില കൊമ്പുകളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. തല ഉയർത്താത്ത വണ്ണം ആ കൊമ്പുകൾ, ആ പോരാട്ടങ്ങൾ, ആ പ്രശ്നങ്ങൾ ഹല്ലേലൂയ ജീവിതത്തിൽ ശത്രുവിൻ്റെ ആ തന്ത്രങ്ങളുടെ ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ തല ഉയരരുത്. അതുകൊണ്ട് ഉയർന്നു വരുന്ന തലയെ ചിതറിച്ച് കളയുക, ഉയർന്നു വരുന്ന ഹല്ലേലൂയ അനുഗ്രഹങ്ങളെ ചിതറിച്ച് കളയുക. ശത്രു പലതും കൊണ്ടുവരും. ഒരു പക്ഷേ ഹല്ലേലൂയ ജീവിതത്തിൽ പാപത്തിൻ്റെ സാഹചര്യം കൊണ്ടുവന്നിരിക്കാം, പാപത്തിൻ്റെ ഭാരം കൊണ്ടുവന്നിരിക്കാം. നിങ്ങളുടെ തല താഴ്ന്നിരിക്കണം. അല്ലെങ്കിൽ ജീവിതത്തിൽ ഹല്ലേലൂയ വലിയ കഷ്ടപ്പാടുകളെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഹല്ലേലൂയ പുറത്ത് ഹല്ലേലൂയ നിങ്ങളുടെ മുതുകത്ത് വലിയ ഭാരം വെച്ച് നിങ്ങളുടെ തല കുനിയിക്കുന്ന പല തന്ത്രങ്ങളും കൊണ്ടുവന്നിരിക്കാം. ഇന്ന് പകൽക്കാലം അതിനെ ജയിക്കാൻ ഒറ്റ ഹല്ലേലൂയ കാര്യമേ ഉള്ളൂ. നമുക്ക് അതിനുള്ള ഹല്ലേലൂയ ബലം കർത്താവിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, കർത്താവേ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. ഈ രാവിലെ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾക്കും അങ്ങനെ തന്നെ പറയാനുണ്ടായിരിക്കും, കർത്താവേ പ്രശ്നം എത്ര പെരുകിയിരിക്കുന്നു, ആവശ്യങ്ങൾ എത്ര അധികമായിരിക്കുന്നു, ജീവിതത്തിൽ പോരാട്ടങ്ങൾ എത്ര വലിയതായിരിക്കുന്നു. ഹല്ലേലൂയ ഒറ്റ കാര്യം, സങ്കീർത്തനക്കാരനെ പോലെ വാ തുറന്നൊന്ന് കൺഫസ് ചെയ്താട്ട്, വാ തുറന്ന് തുറന്ന് ഹല്ലേലൂയ ഹൃദയത്തിൽ നിന്ന് ഏറ്റു പറയണം. സങ്കീർത്തനം
3:3 വാക്യം, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ തല ഉയർത്തുന്നവനും എൻ്റെ മഹത്വവുമാ. നീ എൻ്റെ പരിചയ, എൻ്റെ തല ഉയർത്തുന്നവനാ, എൻ്റെ മഹത്വമാ. നീ എൻ്റെ പരിചയ, എൻ്റെ തല ഉയർത്തുന്നവൻ, എൻ്റെ മഹത്വമായവൻ. ഹല്ലേലൂയ. ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, ഈ പ്രശ്നങ്ങളല്ല വലുത്, ഈ ആവശ്യങ്ങളല്ല വലുത്. ഹല്ലേലൂയ. നിങ്ങളെ പോരാടുന്ന രോഗമായിക്കോട്ടെ, പാപമായിക്കോട്ടെ, ശാപമായിക്കോട്ടെ, ഇതൊന്നുമല്ല. ഹല്ലേലൂയ. നമുക്കിതിൻ്റെ നടുവിലും ജയം തരുന്ന ഒരു ദൈവമുണ്ട്, പരിചയമായി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്, മഹത്വമായ ദൈവമുണ്ട്. അവൻ എൻ്റെ തല ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ നടുവിൽ എൻ്റെ തല ഉയർത്തുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. നീ ഒന്ന് വാക്കു പറഞ്ഞാൽ മാത്രം മതി, നീ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മാത്രം മതി. പോരാടാൻ വരുന്ന എല്ലാ ശത്രുവിൻ്റെ തന്ത്രവും വിട്ടുമാറും. അവർ മനസ്സിലാകട്ടെ, പോരാട്ടങ്ങൾക്ക് മനസ്സിലാകട്ടെ, ഈ കൊമ്പുകൾക്ക് മനസ്സിലാകട്ടെ, നീ തനിയെയല്ല, നിൻ്റെ കൂടെ ശക്തനായ ദൈവം ഉണ്ടെന്ന്. ഹല്ലേലൂയ. ഇപ്പോൾ തല പൊക്കി നോക്കിയാൽ നന്മ കാണും. തല ഉയർത്താത്തവണ്ണം തലയെ താഴ്ത്തുന്ന ഹല്ലേലൂയ ലജ്ജ മാറിപ്പോകട്ടെ. തലയെ താഴ്ത്തുന്ന കൊമ്പുകൾ മാറിപ്പോകട്ടെ. 3, തലയെ താഴ്ത്തുന്നത് ജീവിതത്തിൻ്റെ ക്ഷീണമായിരിക്കാം, തളർച്ചയായിരിക്കാം. ജീവിതത്തിൻ്റെ വലിയ ഭാരങ്ങളിൽ നിന്നെ തളർത്തിക്കളയും, നിൻ്റെ ബലത്തെ ചോർത്തിക്കളയും. അങ്ങനത്തെ സാഹചര്യവും വരും. സങ്കീർത്തനക്കാരൻ 110 സങ്കീർത്തനത്തിൽ നിന്ന് ഹല്ലേലൂയ 7 വാക്യത്തിൽ ഇത് പറയുന്നു. ഹല്ലേലൂയ. അവൻ വഴിയരികയിൽ നിന്ന് തോട്ടിൽ നിന്ന് കുടിച്ചിട്ട് അവൻ തല ഉയർത്തും. എന്താ കാരണം? വഴിയരികെ വെച്ച്, യാത്രയിൽ വെച്ച് തളർന്നുപോയി, യാത്രയിൽ ക്ഷീണിച്ചു പോയി, യാത്രയിൽ ബലം തീർന്നു. ജീവിതത്തിൽ അനേക ഹല്ലേലൂയ ദൂരം യാത്ര ചെയ്യുമ്പോൾ, അനേക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഹല്ലേലൂയ പലപ്പോഴും തളർന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ വഴിയരികെയുള്ള തോട്ടിൽ നിന്ന് കുടിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയിൽ നാം നടക്കണം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. ഹല്ലേലൂയ. അവർ തളർന്നു പോകത്തില്ല, ക്ഷീണിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. ഇന്ന് പകൽക്കാലവും നമുക്ക് ആത്മാവിൻ്റെ ശക്തിയോടെ മുന്നേറാം. തല ഉയർത്തുന്ന ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ്, ഉന്നതങ്ങളിലേക്ക് കൊണ്ടുവന്ന് പരിശുദ്ധ ആത്മാവ് നമ്മിൽ നിറയട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് വിശ്വാസ കണ്ണുകൊണ്ട് നോക്കി കർത്താവ് ഒരുക്കുന്ന നന്മയെ പ്രാപിക്കാം. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.